നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടന, പാർലമെൻറ്റ്, രാജ്യസഭ, ലോക്സഭ. പാർലമെൻറ്റ് എന്ന പദം ഉടലെടുത്തത് ഏത് ഭാഷയിൽ നിന്നാണ്? ഫ്രഞ്ച്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് ആൾത്തിങ്, ഐസ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്, ചൈന. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? 79-ാം വകുപ്പ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? 79-ാം വകുപ്പ്. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 122. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 122. രാജ്യസഭയും ലോകസഭയും പ്രസിഡൻറ്റും ചേർന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. രാജ്യസഭയും ലോക്സഭയും പ്രസിഡൻറ്റും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 60-ാം വാർഷികം 2012 മെയ് 13 ആഘോഷിച്ചു. പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്ന്. പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് പ്രസിഡൻറ്റ്. പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് പ്രസിഡൻറ്റ്. അധ്യക്ഷവേദിയുടെ വലത്തുവശത്തിരിക്കുന്നത് ഭരണപക്ഷം. അധ്യക്ഷവേദിയുടെ വലത്തുവശത്തിരിക്കുന്നത് ഭരണപക്ഷം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ പാർലമെൻറ്റ് പാകിസ്ഥാൻ പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. അധ്യക്ഷവേദിയുടെ ഇടത്തുവശത്തിരിക്കുന്നത് പ്രതിപക്ഷം. അധ്യക്ഷവേദിയുടെ വലത്തുവശത്തിരിക്കുന്നത് ഭരണപക്ഷം. അധ്യക്ഷവേദിയുടെ ഇടത്തുവശത്തിരിക്കുന്നത് പ്രതിപക്ഷം. സഭയുടെ അനുവാദം കൂടാതെ തുടർച്ചയായി 60-ലധികം ദിവസം സഭാ നടപടികൾ പങ്കെടുക്കാതിരുന്നാൽ പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടും. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം കബിനസ് ആക്ട് 1956. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് സൻസദ് ഭവൻ. പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ്. 1921 ഫെബ്രുവരി 12 മന്ദിരത്തിന് തറക്കല്ലിട്ടു. 1927 ജനുവരി 18 അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു മന്ദിരം ഉദ്ഘാടനം ചെയ്തു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചിരുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ ഹാളിലാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചിരുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ ഹാളിലാണ്. ഇന്ത്യയുടെ അധികാര കൈമാറ്റം നടന്നതും ഇവിടെ വെച്ചാണ്. രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനം നടക്കുന്നത് ഇവിടെയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണ് കബിനസ് ആക്ട് 1956. സത്യപ്രതിജ്ഞ. രാഷ്ട്രപതി തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിൽ? രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ്. രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ്. ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിൽ. ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രധാനമന്ത്രി രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ മുന്നിൽ. സുപ്രീം കോടതി ജഡ്ജിമാർ രാഷ്ട്രപതിയുടെ മുന്നിൽ. ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ്. ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറിന് മുന്നിൽ. ഹൈക്കോടതി ജഡ്ജി ഗവർണറിന് മുന്നിൽ. മുഖ്യമന്ത്രി ഗവർണർ. മഹത് വ്യക്തികളും അന്ത്യവിശ്രമ സ്ഥലങ്ങളും. ഗാന്ധിജി, രാജ്ഘട്ട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി, വിജയ്ഘട്ട്. മൊറാർജി ദേശായി, അഭയ്ഘട്ട്. ചരൺ സിംഗ്, കിസാൻഘട്ട്. ഗുൽസാരിലാൽ നന്ദ, നാരായൺഘട്ട്. കിഷാൻ കാന്ത്, നിഗം ബോധ്ഘട്ട്.
ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം മഹാപ്രയാൺഘട്ട്. നെഹ്റു ശാന്തിവനം. സഞ്ജയ് ഗാന്ധി ശാന്തിവനം. ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ. ജഗ്ജീവൻ റാം സമതാ സ്ഥൽ. ദേവിലാൽ സംഘർഷ് സ്ഥൽ. സെയിൽ സിംഗ് ഏക്താ സ്ഥൽ. ചന്ദ്രശേഖർ ഏക്താ സ്ഥൽ. ശങ്കർ ദയാൽ ശർമ്മ ഏക്താ സ്ഥൽ. രാജീവ് ഗാന്ധി വീർഭൂമി. ബി ആർ അംബേദ്കർ ചൈത്രഭൂമി. കെ ആർ നാരായണൻ കർമ്മഭൂമി. നരസിംഹറാവു ബുദ്ധ പൂർണിമ പാർക്ക്. രാജ്യസഭ. പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭ. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിൽ. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിൽ. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്? 80-ാം വകുപ്പ്. രാജ്യസഭ നിലവിൽ വന്നത് 1950 ഏപ്രിൽ 3. രാജ്യസഭ നിലവിൽ വന്നത് 1950 ഏപ്രിൽ 3. രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13. രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 3. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ആഗസ്റ്റ് 23. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 3. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത്? 4-ാം ഷെഡ്യൂൾ. ഭരണഘടനയുടെ 4-ാം ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ ഉള്ളത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഉത്തർപ്രദേശ് 31. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ 9. രാജ്യസഭയുടെ കാലാവധിയില്ല. രാജ്യസഭയുടെ കാലാവധിയില്ല. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം. കേരളത്തിൽ നിന്ന് രാജ്യസഭാ സീറ്റുകൾ 9. രാജ്യസഭയുടെ കാലാവധിയില്ല. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത്? 2. ഡൽഹി, പുതുച്ചേരി. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 200. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 245. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 245. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 12. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 12. ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മജോറിയോ ഗോഡ്ഫ്രെ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുന്തലെ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി SN മുഖർജി. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി MN കൗൾ. രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന്. ഒരു ധനകാര്യ ബിൽ പരമാവധി എത്ര ദിവസം വരെ കൈവശം വയ്ക്കാൻ രാജ്യസഭയ്ക്ക് കഴിയും? 14 ദിവസം വരെ. സഭയിൽ അംഗമല്ലാത്തൊരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് ഏത് സഭയിലാണ്? രാജ്യസഭ. സഭയിൽ അംഗമല്ലാത്തൊരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയിലാണ്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്നത് ഇന്ദ്രജിത് ഗുപ്തയാണ്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്നത് ഇന്ദ്രജിത് ഗുപ്ത. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ അംഗമായിരുന്നത് നജ്മ ഹെപ്തുള്ള. രാജ്യസഭയുടെ അധ്യക്ഷൻ ചെയർമാൻ.
രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരി. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ. രാജ്യസഭ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ. രാജ്യസഭാ അംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ SV കൃഷ്ണമൂർത്തി റാവു. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത ശ്രീമതി വയലറ്റ് ആൽവ. ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി ചെയർപേഴ്സണായിരുന്നത് നജ്മ ഹെപ്തുള്ള. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി MA ജേക്കബ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ രണ്ടാമത്തെ മലയാളി PG കുര്യൻ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കറാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കർ. ലോക്സഭ പാർലമെൻറ്റിൻ്റെ അധോസഭ, ലോവർ സഭയാണ് ലോക്സഭ. ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ച. ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ച. പാർലമെൻറ്റിൻ്റെ അധോസഭ കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ലോക്സഭയിൽ. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത്? 81-ാം വകുപ്പ്. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത്? 81-ാം വകുപ്പ്. ലോക്സഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17-ന്. ലോക്സഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17-ന്. ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13-ന്. ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭ എന്ന പേര് ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 മെയ് 14. ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 മെയ് 14. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 552. ലോക്സഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 550. ലോക്സഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 550. ലോകസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 2. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന്. ലോക്സഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 2. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആൻ്റണി. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഡെറിക് ഒബ്രിയൻ. ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് പ്രീതം മുണ്ടെ. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ലോക്സഭ 16-ാം ലോക്സഭ. 16-ാം ലോക്സഭയിലെ വനിതകളുടെ എണ്ണം 66. ലോക്സഭയുടെ കാലാവധി 5 വർഷം. ലോക്സഭയുടെ കാലാവധി 5 വർഷം. ലോക്സഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ട്. ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ്. ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ്. ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിത ഇന്ദിരാഗാന്ധി. ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിത ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ളത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഉത്തർപ്രദേശ് 80. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ഡിംപിൾ യാദവ്. 2012 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവിൻ്റെ പത്നി. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ഡിംപിൾ യാദവ്.